ഇന്ത്യയിലെ ശാസ്ത്രീയ മനോവൃത്തിയുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ രോമം എന്ന് ഞാൻ പറയും. നീണ്ട മുഖരോമം, സമൃദ്ധമായ മുഖരോമമാണ് ഇന്ത്യയിലെ ശാസ്ത്രീയ മനോവൃത്തിയുടെ ഏറ്റവും വലിയ ശത്രു. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ പ്രത്യേക വേഷം ധരിച്ചവർ, പ്രത്യേകമായ ഭാവങ്ങൾ ഉള്ളവർക്ക് സയൻസ് അറിയുന്നതിനേക്കാൾ കൂടുതൽ എന്തോ അറിയാം എന്നൊരു ധാരണ ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമാണ്. സയന്റിഫിക് ടെമ്പറിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ചോദിച്ചാൽ ഈ രോമത്തോടുള്ള ബഹുമാനം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസെൻഡൽ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. കടവുളില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സാധനവും ഇല്ല. പിന്നെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാത്ത, ലോകത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കപ്പെടാത്ത ഒരറിവും മനുഷ്യന് പ്രയോജനകരമായി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു അറിവ് തന്നെയാണ് സയന്റിഫിക് ടെമ്പറിലേക്ക് നമ്മളെ നയിക്കേണ്ടത്. അതുകൊണ്ട് മുഖരോമത്തോട് അതിന് ഏത് ഭാഷയിൽ പറഞ്ഞാലും ഏത് മതത്തിൽ നിന്ന് വന്നതാണെങ്കിലും അതിനെ കംപ്ലീറ്റ്ലി നിരാകരിക്കുകയും സയന്റിഫിക് മെത്തേഡ് മാത്രം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ